ചില തെണ്ടികൾക്കെല്ലാം ഭക്ഷണം നൽകുന്ന രേണുസ്തുതിക്ക് സ്തോത്രം. എന്താണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് അല്പസമയത്തിന് ശേഷം പറയാം. സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളെല്ലാം ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വീഡിയോയാണ് അന്തരിച്ച നടൻ സുധിയുടെ ഭാര്യ രേണു സുധിയുടേത്. 4ാം സ്റ്റേജ് ക്യാൻസറിനോട് പോരാടുന്ന രേണു തൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ അതീവ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. കീമോതെറാപ്പിയുടെ ഭാഗമായി മുടിയെല്ലാം കൊഴിഞ്ഞു പോയ രേണു ഇപ്പോൾ വിഗ് വെച്ചാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് സുന്ദരിയായി എത്തിയിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ മാനസികമായി തളർത്താതെ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്ന് രേണു ഈ വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ കാരണമായി രേണു പറയുന്നത്, ഇത്തരത്തിൽ രോഗബാധിതയായി കിടക്കുന്ന ഒരാൾക്ക് മനസ്സിൻ്റെ സന്തോഷമാണ് രോഗ അവസ്ഥയിലെ ഏറ്റവും വലിയ ആശ്വാസം എന്നതാണ്. എന്നാൽ ഇതിനിടയിലും തന്നെ വേദനിപ്പിക്കുന്ന ചില ആളുകളെക്കുറിച്ച് രേണു തുറന്നു പറയുന്നുണ്ട്. രോഗ അവസ്ഥ കാരണം തളർന്നു കിടക്കുന്ന വീഡിയോ പങ്കുവെച്ചപ്പോൾ കുറ്റം പറഞ്ഞവർ പിറ്റേന്ന് എഴുന്നേറ്റിരുന്നപ്പോൾ അതിനെയും കുറ്റപ്പെടുത്തുകയാണ്. ഇവൾ എന്താണ് മരിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന, താൻ എപ്പോഴും ഒരു ഡെഡ് ബോഡി ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന അതിക്രൂരമായ മനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നും രേണു പറയുന്നു. രേണു പണത്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാരക രോഗമായ ക്യാൻസർ അഭിനയിക്കുന്നത് എന്ന് പറയുന്നവരോട് ഹാർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പിക് ലൈൻ വെറുതെ ഒരു ഡോക്ടറും കുത്തിവെക്കില്ലെന്നും ഒരു മാരക രോഗത്തെ വെച്ച് ആരും കള്ളം പറയില്ലെന്നും രേണു വ്യക്തമാക്കി നൽകുന്നു. ഇതിനിടയിൽ വളരെ മ്ലേച്ഛകരമായ ചില കാര്യങ്ങൾ ചില യൂട്യൂബർമാർ റീച്ചിന് വേണ്ടി, ഈ റീച്ച് കൊണ്ട് അവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ കാശാണ്. ആ കാശ് കൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നു, പിന്നീട് അത് വിസർജിച്ച് ഒഴിവാക്കുന്നു. എടാ പന്നകളെ, നിങ്ങൾക്കൊന്നും നാണവും മാനവും തന്തയും തള്ളയും ഒന്നുമില്ലേ? കിച്ചു രേണുവെ ഗർഭിണിയാക്കി എന്ന് വരെ ചില തന്തയില്ലാത്ത യൂട്യൂബർമാർ തങ്ങളുടെ ടൈറ്റിലായി നൽകുമ്പോൾ നീയെല്ലാം എത്ര തന്തയ്ക്ക് ജനിച്ച നായകളാണെന്നുള്ളത് നിങ്ങൾ തന്നെ തുറന്നു പറയുന്നതല്ലേ പന്ന നായിൻ്റെ മക്കളെ. ഇതിനേക്കാളും നല്ലത് നിൻ്റെ എല്ലാം അമ്മയെ 4 ആൾ കയറി ചെയ്തു എന്ന് നീ യൂട്യൂബിൽ ടൈറ്റിലായി നൽകടാ പന്നെ. അതൊന്നും നിനക്ക് കഴിയാത്തത് എന്താണടാ? നിനക്ക് അന്തസ്സുണ്ട് അല്ലേ? എന്താണടാ നിൻ്റെ അന്തസ്സ്? മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച്, മകന് തുല്യമായ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഇത്തരത്തിൽ പറയാൻ നിനക്കെല്ലാം എങ്ങനെ മനസ്സ് വരുന്നടാ പന്നെ? ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് വിചാരിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്രയും മ്ലേച്ഛകരമായ കാര്യങ്ങൾ എഴുതി വിടാൻ നീ കാണിക്കുമ്പോൾ അറിയാം നീയെല്ലാം എത്ര തന്തയ്ക്ക് ജനിച്ചതാണെന്ന്. യൂട്യൂബ് ടൈറ്റിലിൽ പലരും പലതരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിക്കാറുണ്ട്. അതെല്ലാം മാന്യമായ രീതിയിൽ പലരും കണ്ണടിച്ച് പോകാറുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചെയ്യാൻ എങ്ങനെയാണോ തിണ്ടികളെ നിങ്ങൾക്കെല്ലാം കഴിയുന്നത്? അങ്ങനെ വീണ്ടും രേണു സുധിയിലേക്ക് വരാം. തൻ്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വിഷമുണ്ട് ചില മനുഷ്യരുടെ വാക്കുകൾക്കെന്ന് രേണു പറയുന്നു. എങ്കിലും ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും സ്നേഹവും കൊണ്ട് താൻ രോഗത്തെ അതിജീവിച്ച് മകൻ്റെ അമ്മയായി തിരികെ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്നും അവർ പറയുന്നു. ഈ അവസ്ഥയിൽ സന്മനസ്സുള്ളവർ എന്തു പറയും സഹോദരങ്ങളെ? ക്യാൻസർ ബാധിതയായ ഒരു രോഗി രോഗമുക്തി നേടട്ടെ എന്ന് പറയും. അമ്മയും മകനും തമ്മിലുള്ള പ്രയാസങ്ങൾ നീങ്ങി അവർ വീണ്ടും ഒരുമിക്കട്ടെ എന്നും സന്മനസ്സുള്ളവർ ആഗ്രഹിക്കും. പക്ഷേ ചില ആളുകളുടെ ഇടപെടൽ അത് വളരെ മ്ലേച്ഛകരം തന്നെ, വലിയ വിഷമം നൽകുന്നത് തന്നെ.